ഹായ്. അപ്പോൾ നമ്മളിന്ന് ഷൈൻ എക്സ്പ്ലോയുടെ ഒരു ക്ലീനർ മേടിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ കാറിൻ്റെയൊക്കെ അകം ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് 300 ml ഒരു ബോട്ടിലാണ്. അതായത് നമുക്ക് 2 വൈപ്പിംഗ് ടവൽ കിട്ടിയിട്ടുണ്ട്. ലിക്വിഡ് ഫോമിലുള്ള ഒരു ക്ലീനിങ് സൊല്യൂഷനാണ്. കാറിൻ്റെ അകത്ത് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡാഷ് ബോർഡ്സ്, അതുപോലെ തന്നെ സീറ്റ്സ്, കാർപ്പറ്റ്സ്, ഫാബ്രിക്, മെറ്റൽ, എല്ലാത്തരം ഐറ്റംസും നമുക്ക് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കാറിൻ്റെ സീറ്റ് കവറും അതുപോലെ തന്നെ ഡോർ പാർട്സും എല്ലാം നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് നോക്കാം ഈ സൊല്യൂഷൻ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ സീറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഫുള്ള് സ്ട്രെയിൻസ് ഒക്കെ പിടിച്ചിട്ട് ഒരു മാതിരിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഈ സ്ട്രെയിൻസ് ഫാബ്രിക് ആണെങ്കിലും ഇതുപോലത്തെ ഉള്ള മെറ്റീരിയൽസ് ആണെങ്കിലും അത് ഫുള്ള് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം എങ്ങനെയാവും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫാബ്രിക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സൊല്യൂഷനും ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്യുക. ഒരു 2 മിനിറ്റ് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാകാനായിട്ട് വെക്കാം. കണ്ട ഷൈൻ എക്സ്പ്ലോയുടെ ആ ക്ലീനിങ് സൊല്യൂഷൻ്റെ ഗുണം കണ്ട, ഫുള്ള് ഇത് മുഴുവൻ സ്ട്രെയിൻ ആയിട്ടിരിക്കുന്നതായിരുന്നു. കണ്ടോ, ക്ലീൻ പീസ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് അതിട്ട് റബ്ബ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം വെച്ചിട്ടുള്ള തുണി വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ.